ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞണ്ട് ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും ഏകദേശം അറിയുന്നതാണല്ലോ. പിന്നെ മെത്തേഡിലാണ് ഒരു വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബിരിയാണിൻ്റെ അരി വേവിക്കാറ് വെള്ളം തിളപ്പിച്ച് അരി അതിൽ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാറാണ്. പക്ഷേ ഇന്ന് ഞാനൊരു ഈസി മെത്തേഡായിട്ട് അതായത് വെള്ളം കണക്കിനെടുത്തിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ബെൽ ബട്ടണിൽ ഓൾ ആക്കി ഒന്ന് കൊടുക്കുക. ബിരിയാണിക്കുള്ള ഗരം മസാല ഉണ്ടാക്കാനായിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, ജാതിപ്പൂ, ജാതിക്ക, സാജീര ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. 1 കിലോ അരി കൊണ്ടാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി നന്നായി കഴുകിയതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ അരി ഇട്ട് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഈ വെള്ളത്തിലിട്ട് വെക്കണം. ഈ ബിരിയാണി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ സവാളയും കുറച്ച് കാഷ്യും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സവാള നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 3 വലിയ സവാള കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സവാള നന്നായിട്ട് വാടിയിരിക്കണം. അത് വാടിയതിന് ശേഷം മാത്രമേ വേറെ എന്തും ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചാണ് ഒരു കപ്പോളം ഉണ്ട്. അത് നന്നായിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയുടെ പോലെ തന്നെ തക്കാളി നന്നായിട്ട് വാടിയിരിക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് മല്ലിയില ചേർക്കണം. പിന്നെ 1 കപ്പ് പുതിനയില, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ഞണ്ടാണ്. കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. മസാലയുമായിട്ട് ഈ ഞണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് ഈ ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളമൊക്കെ കണക്കാക്കി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇത് അതുപോലെ തന്നെ സ്റ്റൗവിൽ വെച്ച് ഒന്ന് സ്റ്റൗ ഓണാക്കി കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടിയും അതിലിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കണം. ഞണ്ടും ഏകദേശം ഒരു 3/4 വേവോളം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രേവി ആയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാൽ ഇനി അത് വറ്റിക്കൊന്നും വേണ്ട. അതിൻ്റെ മുകളിൽ തന്നെ ഇനി നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ദമ്മിലിരുന്നിട്ട് ബാക്കി വറ്റി പോകാനുള്ള വെള്ളവും പിന്നെ ഈ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് റൈസിന് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. ഇനി ഇത് റൈസ് ഒന്ന് ഹാഫ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും മല്ലിയിലൊന്ന് വിതറി വീണ്ടും ബാക്കി റൈസൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലും ഗരം മസാല കുറച്ച് വിതറി കൊടുക്കണം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം ആവശ്യമില്ല. കാരണം ഇത് നെയ്യിലിട്ട് വേവിച്ച അതാണ്. ഈ റൈസ് നെയ്യിലിട്ട് വേവിച്ചെടുത്തതാണല്ലോ. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയനും കിസ്മിസും ഒക്കെ അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഇത് ദമ്മിലിടുക.
ഒരു ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഇത് വെക്കണം. ഇത് തുറക്കുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഞണ്ട് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്സ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.